ഹായ് മക്കളെ, നമുക്ക് നമ്മുടെ ക്ലാസ് ഇന്ന് ആരംഭിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്ന സ്റ്റേറ്റ് എങ്ങനെയാണ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ നമ്മൾ ഇന്ത്യയുടെ കൂടെ കൂട്ടിച്ചേർത്ത് അതിന് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ പ്രശ്നം എങ്ങനെയാണ് ഇന്ത്യ സോൾവ് ചെയ്ത്, ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന ചാപ്റ്ററിൽ ഒരു പോയിന്റിൽ, അതായത് സംസ്ഥാനങ്ങളെ എങ്ങനെ കൂട്ടിച്ചേർത്തു എന്ന ആ പോയിന്റിൽ ജമ്മു കാശ്മീർ എന്നൊരു പോർഷനും കൂടി ഉണ്ട്. പക്ഷെ അത് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് പിന്നീട് ഒരു 8ാമത്തെ ചാപ്റ്ററിലാണ്. ഒരു ഹിൻഡ് മാത്രം ഞാൻ തന്നിട്ട് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. 8ാമത്തെ ചാപ്റ്ററിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദും മണിപ്പൂരും പോലെ തന്നെ ഇന്ത്യയുടെ കൂടെ ചേർക്കേണ്ടി വന്ന മറ്റൊരു പ്രശ്നമായ പ്രദേശമാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ, നമ്മൾ പറയുമ്പോൾ ജമ്മു കാശ്മീർ എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് പറയണമെങ്കിലും ജമ്മു, കാശ്മീർ, ലഡാക്ക് ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണത് വിഭജിക്കപ്പെട്ടിരുന്നത്. അത് അതിൻ്റെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റീജിയൻ ഏരിയയിൽ തന്നെ ആ ഒരു വേർതിരിവുണ്ട്. സാമൂഹ്യമായും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേർതിരിവ് ജമ്മുവിലും കാശ്മീരിലും ലഡാക്കിലും നമുക്ക് കാണാൻ പറ്റും. ഈ 3 സ്ഥലങ്ങൾ എടുത്താൽ, ഇപ്പോൾ കാശ്മീരിൽ എടുത്തു കഴിഞ്ഞാൽ കാശ്മീരിൽ മുസ്ലിങ്ങളും ഉണ്ട്, അതേപോലെ കുറച്ച് ഹിന്ദുക്കളും ഉണ്ട്. ഇനി നമ്മൾ ജമ്മുവിലാണ് പോകണമെങ്കിൽ ആ ജമ്മുവിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരെയും നമുക്ക് കാണാൻ പറ്റും. ലഡാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധൻ മതവും അതുപോലെ തന്നെ മുസ്ലിം മതവും ഉണ്ട്. ചുരുക്കത്തിൽ 3 സ്ഥലങ്ങളിലും കൂടി വ്യത്യസ്തമായ മതങ്ങളുണ്ട്. ഇതിൽ മെജോറിറ്റി ഉള്ളത് മുസ്ലിങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാൻ ഈ പ്രദേശത്തെ എന്തുകൊണ്ട് അവർക്ക് വേണം എന്ന് പറയുന്നുണ്ട് ചോദിച്ചാൽ, മുസ്ലിങ്ങൾ ആ ഭാഗത്ത് കൂടുതലുള്ളത് കൊണ്ടാണ്. പക്ഷെ അതേസമയം തന്നെ അവിടെ ഹിന്ദുക്കളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, അതുപോലെ സിഖുകാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മറ്റ് 3 മതക്കാർക്ക് കാശ്മീരിലെ അതായത് മുസ്ലിങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ അങ്ങോട്ട് പാകിസ്ഥാനിന് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഈ 3 ഭാഗത്തെയും ജനങ്ങൾ ഞങ്ങൾ കാശ്മീരികൾ മാത്രമാണ്, ഞങ്ങൾ കാശ്മീരിയത്ത് ആണ്, അല്ലാതെ ഞങ്ങൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു വേർതിരിവില്ല എന്ന് പറഞ്ഞ് നിന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും പോയില്ല. പിന്നെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രദേശപരമായിട്ടുള്ള അതിർത്തിപരമായിട്ടുള്ള പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് കാശ്മീർ. നിങ്ങൾക്കറിയാം, ജമ്മു കാശ്മീർ ആണ് നമ്മുടെ ഇന്ത്യയുടെ ഷേപ്പ്. മുകളിലേക്ക് വരുമ്പോൾ ഇന്ത്യ മാപ്പ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തല പോലെ നിൽക്കുന്നൊരു ഭാഗമാണ് ജമ്മു കാശ്മീർ. ആ ഭാഗം പൂർണ്ണമായും പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ വെറുതെ നമുക്ക് തമാശയ്ക്കൊന്ന് നോക്കിയാൽ കാശ്മീർ ഇല്ലാത്ത ഭാഗം നോക്കി നമുക്ക് ഒരു ഭംഗി പോലും തോന്നില്ല. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ജമ്മു കാശ്മീരിൻ്റെ 2 അതിർത്തികളിലും മലനിരകളാണ്. പ്രകൃതിദത്തമായ ഒരു ബൗണ്ടറിയാണ് നമുക്ക് കാശ്മീരിൻ്റെ വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രദേശം നമ്മൾ പാകിസ്ഥാന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഭാഗവും ജമ്മു കാശ്മീരും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ അടുത്തടുത്തായിട്ട് വരും. ഈ കാശ്മീർ അങ്ങോട്ട് പാകിസ്ഥാന് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ അടുത്തായിരിക്കും. അപ്പം നമുക്ക് പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ, അതായത് അന്ന് 1947 ചിന്തിച്ചത്, ഭാവിയിൽ കാശ്മീരുമായിട്ടൊരു പ്രശ്നം വരികയാണെങ്കിൽ ഈ അതിർത്തി അവരുടെ കൈകളിലേക്ക് പോയാൽ നമ്മളെ ആക്രമിക്കാനോ പരാജയപ്പെടുത്താനോ അവർക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ അതിരുകളുള്ള ഈ പ്രദേശം ഒരു കാരണവശാലും പാകിസ്ഥാന് കൊടുക്കില്ലെന്ന് ഇന്ത്യ ശക്തമായി തീരുമാനമെടുത്തു. അങ്ങനെ ആ പ്രദേശം നമ്മുടെ ഭാഗമായി മാറി. അതിൻ്റെ ഒരു പരിണത ഫലം തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുമായിട്ട് അവർക്ക് യുദ്ധം ചെയ്യാൻ, നമ്മളും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നു. എന്തായാലും കാശ്മീരിലെ ജനങ്ങൾ കാശ്മീരികളായി തന്നെ നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ആ സ്ഥലം ഇന്ത്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു. ശരി, നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ 8ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാം മക്കൾ. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പോർഷൻ. എന്താണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നതാണ് നമുക്കിനി പഠിക്കാനുള്ള പോർഷൻ. അപ്പോൾ മക്കൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് കയറിപ്പോകാം. അതായത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് പോർഷൻ. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. നമ്മുടെ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രദേശങ്ങളൊക്കെ ഇന്ത്യയുടെ കൂടെ നിൽക്കണോ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കണോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ
നമ്മൾ പരിശോധിച്ചു. അപ്പോൾ അതിൽ കുറേ പ്രദേശങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ആരുടെ കൂടെയും നിൽക്കണില്ല, ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കാം എന്ന് പറഞ്ഞ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, മണിപ്പൂർ എന്നിവയെ നമ്മൾ ആയുധശേഷിയും തന്ത്രവും ഒക്കെ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി. ഇനി നമുക്കറിയേണ്ടത്, നമ്മളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും നമ്മുടെ കൂടെ വന്നു. ഇനി ഇതിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഈ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തു ചെയ്യണം? ഇന്ത്യയിൽ നിർത്തിയിട്ട് അവരെയൊക്കെ ഓരോ അതിർത്തികളാക്കി മാറ്റി. നമ്മൾ ഇന്നിപ്പോൾ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ കാണുമ്പോൾ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, 28 ഭാഷകൾ ഒക്കെ ആയിട്ട് നമ്മൾ അതിർത്തികളൊക്കെ തിരിച്ച് കാണാറുണ്ട് ഇന്ത്യ മാപ്പ്. ഇതുപോലെ ഒന്നും അല്ല 1947, 48, 49 കാലയളവിൽ ഇന്ത്യ മാപ്പിൽ 565 നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുകയാണ്. ഈ 565 പേര് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു വന്ന കുറേ രാജ്യങ്ങൾ മാത്രമാണ്. ഇനി നമുക്കറിയേണ്ടത് ഇതിനെയൊക്കെ നമ്മൾ ഭാഷാടിസ്ഥാനത്തിൽ തരംതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള വ്യത്യാസങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് ആർക്കും വേദന ഉണ്ടാവാത്ത വിധമായിരിക്കണം നമ്മൾ അതിർത്തികൾ നിർണ്ണയിക്കേണ്ടതെന്നും ഭാവിയിൽ ഒരിക്കലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നും ഒക്കെ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ അതെങ്ങനെ നമ്മൾ തരംതിരിക്കും, ഇവരെയൊക്കെ എങ്ങനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യും, എങ്ങനെ വേർതിരിക്കും എന്ന് ചോദിച്ചാൽ അറിയില്ല. ദ പ്രോസസ് ഓഫ് നാഷൻ ബിൽഡിംഗ് ഡിഡ് നോട്ട് എൻഡ് വിത്ത് പാർട്ടിഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. ദ നെക്സ്റ്റ് ചലഞ്ച് ബിഫോർ ദ നാഷൻ വാസ് ടു ഡ്രോ ഇൻറ്റേർണൽ ബൗണ്ടറീസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അതായത് വ്യത്യസ്തമായ ദ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ പ്ലൂറാലിറ്റി ഓഫ് ദി കൺട്രി വിത്തൗട്ട് അഫക്റ്റിംഗ് ദ യൂണിറ്റി ഓഫ് ദി നാഷൻ. എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുത്തവരും പല ഭാഷയുണ്ട്, പല കൾച്ചറുണ്ട്. അപ്പോൾ എങ്ങനെ ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നത് നമുക്ക് ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഭാഷയെ അടിസ്ഥാനമാക്കി വേണോ? ആദ്യമൊക്കെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റികൾ, അതായത് സംസ്ഥാന കമ്മിറ്റികൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, അതായത് നമ്മുടെ രാജ്യത്തെ നമുക്ക് ഭാഷാടിസ്ഥാനത്തിൽ ഒന്ന് വേണമെങ്കിൽ തിരിച്ചാലോ എന്ന ചിന്തയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായി സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ തയ്യാറെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് നമുക്കതൊരുപാട് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്നും രാജ്യം തകർച്ചയിലേക്കും പതനത്തിലേക്കുമൊക്കെ നീങ്ങുമെന്നുള്ളൊരു പേടി ദേശീയ നേതൃത്വത്തെ ബാധിച്ചു. അപ്പോൾ ആ ദേശീയ നേതൃത്വത്തിൻ്റെ മനസ്സിൽ ഉണ്ടായ ആ പേടി, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ലീഡേഴ്സ് ഫെൽറ്റ് ദാറ്റ് റീഓർഗനൈസിങ് ദ സ്റ്റേറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ലാംഗ്വേജ് മൈറ്റ് ലെഡ് ടു ദി ഡിസിൻറ്റഗ്രേഷൻ. States reorganization might divert attention from social and economic problems, so it was postponed. അവർ ഭയക്കുകയാണ്, അതിർത്തികളിൽ ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ വേർതിരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, എലക്ഷൻ നടത്തി. ഇപ്പം നമ്മൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കുറച്ച് അംഗങ്ങളെ എടുത്ത് മന്ത്രിമാരാക്കി രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇലക്ഷനൊന്നും നടത്തിയിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനമന്ത്രിയുണ്ട്, ഹോം മിനിസ്റ്റർ ആരാണ്, ആഭ്യന്തരമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടെങ്കിലും ഇലക്ഷനൊന്നും നടത്തിയല്ല നമ്മൾ അവരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ ഒരു തീരുമാനം എടുത്തു, നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ഷൻ നടത്താം. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് ഇലക്ഷൻ നടത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ തന്ന വാക്ക് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ, ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് രൂപീകരിക്കണം എന്നുള്ള ആ ആശയം നടപ്പിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു പ്രശ്നം ഉദിച്ചു. അവരതിനെതിരായിട്ട്, അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാതെ ഇലക്ഷൻ നടത്താൻ പോകുന്നതിനെതിരായിട്ട് അവരൊരു കലാപം, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ, ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ ലോക്കൽ ലീഡേഴ്സ് ചലഞ്ച്ഡ് ദ ഡിസിഷൻ ടു പോസ്റ്റ്പോൺ ദി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ കലാപം നടത്താനായിട്ട് തീരുമാനിച്ചു. അതിനൊരു കാരണമുണ്ട്. നമ്മൾ പണ്ട് കാലത്ത്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു പീരീഡിൽ നമ്മളൊക്കെ മദ്രാസികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടകം ഇതിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങൾ ചേർത്തിട്ട് മദ്രാസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതായത് തമിഴ്നാടും ആന്ധ്രയും കേരളവും ഏകദേശം എല്ലാ ഭാഗങ്ങളും കർണാടകത്തിൻ്റെ ചില സ്ഥലങ്ങളും ചേർത്താണ് അന്ന് മദ്രാസ് എന്നറിയപ്പെട്ടത്.
അപ്പോൾ ആന്ധ്രയിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് എന്ത് വേണം, ഒരു സംസ്ഥാനം വേണം, ഒരു സ്റ്റേറ്റ് വേണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് അവർ തെലുങ്ക് സ്പീക്കിംഗ് ഏരിയാസ് വിച്ച് ഇൻക്ലൂഡഡ് പ്രസൻറ്റഡ് ഡേ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള ആൻഡ് കർണാടക സ്റ്റുഡ് ഫോർ ദി സെപ്പറേറ്റ് ആന്ധ്ര. അപ്പോൾ അതിന് മറ്റുള്ളവരുടെ ആൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദ ഏരിയ സപ്പോർട്ടഡ് ഇൻ ഡിമാൻഡ്. അവരുടെ ആ ആവശ്യത്തെ മറ്റുള്ളവർ അംഗീകരിക്കുകയും അതിനുവേണ്ട സമരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനാദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞാൽ അതും തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ടൊരു സ്റ്റേറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത ആളാണ് ഗാന്ധിയനായ ആന്ധ്രാക്കാരനായ പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം തികഞ്ഞ ഗാന്ധിയനാണ്. ഗാന്ധിജിയോടുള്ള ആരാധന കൊണ്ട് തന്നെ അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും, താഴ്ന്ന ജാതിക്കാർക്കൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഉപവാസങ്ങളും ഗാന്ധിയൻ സമര രീതികളൊക്കെ തന്നെ പിന്തുടർന്ന ആളാണ്. അപ്പോൾ ഇയാൾ ഇപ്പോൾ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. മദ്രാസിൽ നിന്നും തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരെ വേർതിരിച്ചുകൊണ്ട് നമുക്ക് തെലുങ്ക് ഭാഷകൾ മാത്രം സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞ് 1952 1942 ഒക്ടോബർ 19 അദ്ദേഹം ഉപവാസ സമരം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആ നിരാഹാര സമരം ആരംഭിച്ചതോടുകൂടി ഒരു പ്രശ്നം മുന്നിൽ വന്നു വെച്ചാൽ, സാധാരണഗതിയിൽ നിരാഹാര സമരം ഒരാൾ ആരംഭിച്ചാൽ സമരത്തിൻ്റെ കാര്യഗൗരവങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേഗം കുറച്ച് ദിവസത്തിനകം ആ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് യാതൊരു നടപടിയും അതിനുവേണ്ടി ശ്രമിച്ചില്ല. അങ്ങനെ 1952 ഒക്ടോബർ 19 സമരം ആരംഭിച്ചു. ആ സ്ട്രൈക്ക് നീണ്ടു പോയി. അങ്ങനെ പോയി എത്ര ദിവസം? 56 ദിവസം നീണ്ടു. 1952 ഡിസംബർ 15 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി പ്രശ്നം കൈവിട്ടു പോയി, പ്രശ്നം രൂക്ഷമായി. ആ സമരം സ്ട്രോങ് ആയതോടുകൂടി എന്ത് ചെയ്തേ പറ്റൂ എന്നായി. ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിച്ചേന്ന് പറ്റുമെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം മരിച്ചതോടുകൂടി കലാപങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ ആരംഭിച്ചു. ജനങ്ങൾ, അതായത് ഒരാൾ ഈ ഒരാവശ്യം ഉന്നയിച്ച് സമരം ചെയ്തിട്ട് ആ സമരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ ആ കലാപങ്ങളൊക്കെ ആരംഭിച്ചു. ശക്തമായി പോലീസിന് അവിടെ ലാത്തിച്ചാർജൊക്കെ ആവശ്യമായിട്ട് വന്നു. അതിനെ തുടർന്ന് അവസാനം 1952 ഡിസംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദ പ്രൈം മിനിസ്റ്റർ വാസ് ഫോഴ്സ്ഡ് ടു അനൗൺസ് ദ ഫോർമേഷൻ ഓഫ് എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ്സ് ഇൻ 1952. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ എന്ന് പറയുന്ന സംസ്ഥാനം 1952 ഡിസംബറിൽ ഞങ്ങൾ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആന്ധ്രാപ്രദേശിന് ഒരു സംസ്ഥാനം കിട്ടിയതോടുകൂടി ഇന്ത്യയിലെ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരും അവിടുത്തെ സ്റ്റേറ്റിലെ ജനങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി, ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഭാഷ സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ് വേണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവസാനം 1953 ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന് രൂപം നൽകി. അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 1953 ഡിസംബറിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തത്. ഈ കമ്മീഷനിൽ 3 പേര്. അപ്പം മക്കൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ പോർഷൻ എന്ന് ചോദിക്കുക. 1, തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒരു സ്റ്റേറ്റ് വേണം എന്നാവശ്യപ്പെട്ട് സ്ട്രൈക്ക് ചെയ്ത ലീഡർ ആരാണ് ചോദിക്കുക. പോറ്റി ശ്രീരാമലു. 1952 ഒക്ടോബർ 19 സ്ട്രൈക്ക് തുടങ്ങുന്നു. ഡിസംബർ 15 അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ പോറ്റി ശ്രീരാമലു ആണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ടൊരു സ്റ്റേറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് സ്ട്രൈക്ക് ചെയ്ത ആൾ. അദ്ദേഹം മരിക്കുന്നു. അതിനെ തുടർന്ന് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ആ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിയമിക്കപ്പെട്ടതിൽ 3 അംഗങ്ങളാണ്. ഈ കമ്മീഷൻ അറിയപ്പെടുന്നത് ഫാസൽ അലി കമ്മീഷൻ എന്ന പേരിലാണ്, മറക്കരുത്. ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഈസ് നോൺ ആസ് ഫാസൽ അലി കമ്മീഷൻ. ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഓർ ഫാസൽ അലി കമ്മീഷൻ, അതായത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ സംസ്ഥാന സംഘടനാ കമ്മീഷന് വേറൊരു പേരാണ് ഫാസൽ അലി കമ്മീഷൻ. അതിൽ അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ 3 ആളുടെ പേര് ഓർക്കണം, മറക്കരുത്. ചീഫ് ജസ്റ്റിസ് ഫാസൽ അലി, H.N. കുൻസ്രു,
KM പണിക്കർ. മറക്കരുത്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 3 പേരാണ്. ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. ഈ 3 പേരുടെ പേര് മറക്കരുത്, കമ്മീഷൻ്റെ പേര് മറക്കരുത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ മെമ്പേഴ്സ് ആരാ ചോദിക്കാം. അപ്പോൾ ഫസൽ അലി കമ്മീഷനിൽ അംഗങ്ങൾ ഫസൽ അലി, അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ. അതിൽ മറ്റ് 2 മെമ്പേഴ്സാണ് HN കുൻസ്രുവും അതുപോലെ തന്നെ KM പണിക്കരും. ഇവർ ദീർഘമായ ഒരു കാലയളവിൽ ഒരു 3 വർഷത്തോളം എടുത്തിട്ടാണ് ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്യാനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അങ്ങനെ 1953 ഡിസംബറിൽ ഫോം ചെയ്ത കമ്മീഷൻ 1956 പാർലമെൻറ്റിൽ കമ്മീഷൻ ആക്ട് റിപ്പോർട്ട് പാസ്സാക്കിയെടുത്തു. ആ റിപ്പോർട്ടിലെ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ 14 സ്റ്റേറ്റുകളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും ഫോം ചെയ്തു. അപ്പോൾ ആ യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ ആ 14 സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾ നമ്മളെടുത്താലും തൽക്കാലം പ്രശ്നം ഒഴിവാക്കാൻ മാത്രമേ സാധിച്ചുള്ളൂവെങ്കിലും ഓരോ സംസ്ഥാനങ്ങളിലും ഈ 2 ഭാഷകളൊക്കെ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ്, ബോംബെ, മൈസൂർ, ആന്ധ്രാപ്രദേശ്, മദ്രാസ്, വെസ്റ്റ് ബംഗാൾ, ഒറീസ, ഗുജറാത്ത്, കേരള. ഇനി 6 നമുക്ക് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഹിമാചൽ പ്രദേശ്, ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബർ ദ്വീപ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾ ബോംബെ, മൈസൂർ, ഇത് മദ്രാസ്, ഇതൊക്കെ പഴയ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ഇതിൽ ചില സംസ്ഥാനങ്ങളൊക്കെ എടുത്താൽ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബോംബെ എന്ന് പറയുന്നത്, ആ ബോംബെയിൽ ഗുജറാത്തി ഭാഷ, മറാത്തി ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ പഞ്ചാബ് എടുത്താൽ അവിടെ ഹിന്ദിയും പഞ്ചാബിയും സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ പിന്നീട് ഒരു പ്രശ്നമായിട്ട് വന്നു, 2 ഭാഷ സംസാരിക്കുന്നവർ ഒരു സ്റ്റേറ്റിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ 1956 നവംബർ 1 ഈ 14 സംസ്ഥാനങ്ങൾ പലതും വീണ്ടും വിഭജിക്കപ്പെട്ട് അവസാനം 2014 ജൂൺ 2 ആകുമ്പോഴേക്കും 29 സംസ്ഥാനങ്ങൾ, 29 സ്റ്റേറ്റുകൾ ഫോം ചെയ്യപ്പെട്ടു. അതായത് ലാസ്റ്റ് നമുക്ക് രൂപം കൊണ്ടത് ആന്ധ്രാപ്രദേശ് ഡിവൈഡ് ചെയ്തിട്ട് തെലങ്കാനയാണ്. അങ്ങനെ മഹാരാഷ്ട്ര, അതായത് ബോംബെ വിഭജിക്കപ്പെട്ട് മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗുജറാത്തും ഉണ്ടായി. പഞ്ചാബ് ഭാഷ സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ആ പഞ്ചാബ് വിഭജിക്കപ്പെട്ട് പിന്നീട് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ 3 ഉണ്ടായി. അതുപോലെ മേഘാലയ, മണിപ്പൂർ, ത്രിപുര, ഗോവ, അരുണാചൽ പ്രദേശ്, ഉത്തരാഞ്ചൽ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അങ്ങനെയൊക്കെ പിന്നീട് വിഭജിക്കപ്പെട്ട, അതായത് ഒരു സ്റ്റേറ്റാക്കി മാറ്റിയത് 2-3 സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തപ്പെട്ടു. ഇതിൻ്റെ ഏറ്റവും അവസാനം ഇന്ത്യയിൽ 29ാമത്തെ സ്റ്റേറ്റായിട്ട് വന്നത് തെലങ്കാനയാണ് 2014 ജൂൺ 2. പക്ഷെ നമുക്കിപ്പോൾ 28 സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ജമ്മു കാശ്മീരിനെ സ്റ്റേറ്റിൽ നിന്നും യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാശ്മീരിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ട, എത്ര മാർക്കിനാണ്, എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു വരാം. അപ്പം കുട്ടികൾ നന്നായിട്ട് പഠിച്ചെടുക്കുക, നിറയെ മാർക്ക് വാങ്ങണമെന്നുള്ള എയിമിൽ പഠിച്ചെടുക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കുക. ഓക്കെ, ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും നന്ദി. കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കുക. മക്കൾ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോഴേക്കും ഇത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ബായ്. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.